പശ്ചിമേഷ്യ വീണ്ടും പൊട്ടിത്തെറിക്കാനൊരുങ്ങുന്നുവോ? ലോകത്തിന്റെ എണ്ണധാരകളൊഴുകുന്ന ജീവശിരയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും സംഘർഷത്തിന്റെ കേന്ദ്രമായി മാറുമ്പോൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥ തന്നെ ആശങ്കയുടെ വക്കിലാണ്. ദിവസേന കോടിക്കണക്കിനു ബാരൽ എണ്ണ കടന്നുപോകുന്ന ഈ ഇടുങ്ങിയ കടൽപ്പാത ഒറ്റ നിമിഷം തടസ്സപ്പെട്ടാൽ ലോകമൊട്ടാകെ ഇന്ധനവിലകൾ കുതിച്ചുയരും, വിപണികൾ തളരും, രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തിസമത്വം പോലും മാറിമറിയും. ഈ അതീവ നിർണായക ഘട്ടത്തിലാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്കുതർക്കം ഒരു സാധാരണ രാഷ്ട്രീയ തർക്കമല്ലാതെ ഏതു നിമിഷവും യാഥാർത്ഥ്യമായൊരു സംഘർഷമായി മാറാവുന്ന അപകടകരമായ നിലയിലേക്ക് ഉയർന്നിരിക്കുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ പ്രതിസന്ധി ഇനി എന്ത് സംഭവിക്കുമെന്ന അനിശ്ചിതത്വത്തിന്റെ ഇരുട്ടിലേക്ക് കടക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കണമെന്നാവശ്യപ്പെട്ട് അന്ത്യശാസനം നൽകിയത് സ്ഥിതിഗതികൾ കൂടുതൽ ചൂടേറാൻ കാരണമായി. ഇത് പാലിക്കാത്ത പക്ഷം ഇറാന്റെ വൈദ്യുത നിലയങ്ങളും ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമാക്കി സൈനിക നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ പ്രസ്താവന സാധാരണ രാഷ്ട്രീയ പ്രതികരണമായി കാണാനാകാത്തതും സൈനിക നടപടികളുടെ സൂചന നൽകുന്നതുമായതുമാണ്. അതേസമയം ഇറാനും തങ്ങളുടെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഊർജ്ജ വിവരസാങ്കേതികവിദ്യ, പ്രത്യേകിച്ച് ഉപ്പുവെള്ള നിർവീര്യമാക്കൽ ഡീസാലിനേഷൻ പ്ലാന്റുകൾക്കെതിരെ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു പരമ്പരാഗത യുദ്ധത്തിന്റെ പരിധി കടന്ന് അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമാക്കുന്ന ഒരു വ്യാപക സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ സാഹചര്യത്തിൽ ഡീസാലിനേഷൻ പ്ലാന്റുകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഈ രാജ്യങ്ങൾ കുടിവെള്ളത്തിനായി പ്രധാനമായും കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന ഈ സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അത്തരത്തിലുള്ള പ്ലാന്റുകൾക്ക് നേരെയുണ്ടാകുന്ന ഒരാക്രമണം സാധാരണ സൈനിക നഷ്ടം മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രതിസന്ധിയിലേക്ക് നയിക്കാം. സൗദി അറേബ്യയിലെ ജുബൈൽ പോലുള്ള വലിയ പ്ലാന്റുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണം ലക്ഷക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുമെന്ന് റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ ഭൗമശാസ്ത്രപരമായ പ്രാധാന്യം ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ലോകത്തിലെ എണ്ണയുടെ വലിയൊരു വിഹിതം ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെ കടന്നുപോകുന്നതാണ്. അതിനാൽ തന്നെ ഇവിടെയുണ്ടാകുന്ന ഏതൊരു സംഘർഷവും ആഗോള എണ്ണവില ഉയരാൻ, വിതരണ ശൃംഖലകൾ തകരാൻ, രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ തകരാൻ കാരണമാകും. ഇതിനകം തന്നെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ആഗോള വിപണികൾക്ക് ഇത് വലിയ ആഘാതമാകും. ഈ സാഹചര്യത്തിൽ നാറ്റോ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സഖ്യകക്ഷികളും മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നുണ്ട്. എന്നാൽ സൈനിക സാന്നിധ്യം വർദ്ധിക്കുന്നത് തന്നെ ചിലപ്പോൾ സംഘർഷം കുറയ്ക്കുന്നതിനേക്കാൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ഇത് തങ്ങളുടെ സാർവഭൗമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയായി കാണുമ്പോൾ പ്രതികരണം കൂടുതൽ കടുപ്പമാകാൻ സാധ്യതയുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ ഒരു പ്രാദേശിക പ്രശ്നമായി മാത്രം തുടരാനിടയില്ല. ഇസ്രയേൽ, സൗദി അറേബ്യ, UAE പോലുള്ള രാജ്യങ്ങൾ ഇതിൽ നേരിട്ടോ പരോക്ഷമായോ പങ്കാളികളാവുമ്പോൾ ഇതൊരു വ്യാപക മേഖലായുദ്ധത്തിലേക്ക് വളരാൻ സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യം ആഗോള സമാധാനത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയാകും. അവസാനമായി, ഈ പ്രശ്നത്തിന്റെ പരിഹാരം സൈനിക മാർഗങ്ങളിലല്ല, നയതന്ത്ര ഇടപെടലുകളിലൂടെയാണ് സാധ്യമാകുക. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇരുവിഭാഗങ്ങളും കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുന്നതാണ് കാണുന്നത്. 48 മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിക്കും എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഈ സമയപരിധി ഒരു മുന്നറിയിപ്പായി മാത്രമാകുമോ, അല്ലെങ്കിൽ ഒരു വലിയ സംഘർഷത്തിന്റെ തുടക്കമാകുമോ എന്നത് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും.